ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. മുൻകാലത്തെ പോലെ നമ്മളെ തൊഴിൽ രംഗം അത്ര നല്ലൊരു രീതിയിലല്ല പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. നമ്മൾ ടൈലർമാർ പിന്നോക്കം നിൽക്കണം സ്വാഭാവികമായിട്ട്. അതിൽ നിന്ന് മാറി നമ്മൾ മുൻനിരയിലേക്ക് എത്തിവരണം. നമ്മളെ എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ അവരിൽ നിന്നൊക്കെ പിന്മാറി പോവാണ്. നമ്മളെ കൂട്ടായ്മയിലൊക്കെ അത് പ്രത്യേകം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ കൂടാനുള്ളൊരു കാരണം നമ്മൾ തയ്യൽ തൊഴിലാളികൾ സമൂഹത്തിന് ആവശ്യമുള്ള ആളുകളാണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ പിന്മാറി പോവാണ്. അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ തയ്യൽക്കാർക്ക് മൊത്തത്തിൽ, അതായത് നമ്മൾ ഇപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെ പിടിച്ചു നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ധാരണ. ഒരു 43 വർഷക്കാലമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ്. മറ്റൊരു ജോലി എനിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കൾ അവരൊരു നിരാശയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, എന്ത് ചെയ്യും. പക്ഷെ നമ്മൾ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഒരാൾ ഒറ്റയ്ക്ക് നമ്മൾ ആലോചിച്ചാൽ ഒരു കുറ്റം കിട്ടില്ല. കൂട്ടമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്കുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൂട്ടായ്മ അതിന് വേണ്ടിയിട്ടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ക്ലോത്തുള്ള ഷോപ്പുകളിലൊക്കെ പണി നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മനോഹരൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ഇവിടെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇസ്മായിൽ നമ്മുടെ മുള്ളമ്പാറ ഇട്ട് പരിചയമാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് അവിടെ തുണി കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാൾ ഒരു ഷർട്ട് എടുക്കും. ആ രീതിയിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ടൈലർമാരാണ് പിന്തള്ളപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് നമ്മൾ വരണം. അതിനെല്ലാവരും ഈ കൂട്ടായ്മയിലൂടെ അവരവരുടെ കഴിവുകൾ, നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ഓരോരുത്തർക്ക് അറിയുന്ന കഴിവുകൾ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമം നടത്തണം. ഓരോ പരസ്യങ്ങൾ എന്ന നിലയിലും അല്ലാത്ത രീതിയിലും ഈ ചാനലിനെ നമ്മൾ ഉപയോഗപ്പെടുത്താം. നമുക്കിപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ കൂടാൻ പറ്റില്ല. വർഷത്തിൽ ഒരിക്കലല്ലേ കൂടാൻ പറ്റുള്ളൂ. പക്ഷെ അടുത്ത വർഷം ഇത്ര ഒരു കൂട്ടായ്മക്ക് ഇതിൽ എത്ര ആളുണ്ടാവും? അടുത്ത വർഷമാകുമ്പോഴത്തേന് ഇനി കുറേ ആളുകൾ ഒഴിഞ്ഞു പോകും. പുതിയ ആളുകൾ കയറി വരുന്നില്ല. അപ്പോൾ പുതിയ ആളുകൾ കയറി വരാൻ നിലവിലുള്ള ആളുകൾക്ക് ഇതിൽ നിലനിൽക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യാം. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, സഹകരിക്കുക. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള സാബറയെ ഞാൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചോളൂ.